പുത്തൻമാളിക കൊട്ടാരം, കുതിരമാളിക. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി ശ്രീ സ്വാതിതിരുനാൾ രാമവർമ്മ മഹാരാജാവ് പണിതീർത്ത ഒരു കൊട്ടാരമാണ് കുതിരമാളിക എന്ന് അറിയപ്പെടുന്ന പുത്തൻമാളിക കൊട്ടാരം. ചാരുതയാർന്ന വാസ്തുശൈലിയിൽ നിർമ്മിതമായ ഈ ഇരുനില സൗധത്തിനു മുന്നിലെ നവരാത്രി മണ്ഡപം സംഗീത കച്ചേരികൾക്കുള്ള സ്ഥിരം വേദിയാണ്. ജനുവരി 6 മുതൽ 12 വരെ നടക്കുന്ന സ്വാതി സംഗീതോത്സവമാണ് ഇതിൽ പ്രധാനം. ഇത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നടക്കുന്ന ഒരു സംഗീത ഉത്സവമാണ്. 1840 പണിതീർത്ത കുതിരമാളിക കേരളീയ വാസ്തുവിദ്യയുടെ തനതായ ഉദാഹരണമാണ്. പ്രത്യേകമായ മേൽക്കൂരകളും വലിയ തൂണുകളുമുള്ള വരാന്തകളും ഇതിൻ്റെ പ്രത്യേകതയാണ്. തഞ്ചാവൂരിൽ നിന്നും വന്ന 5000-ഓളം ശില്പികൾ 4 വർഷത്തോളം അഹോരാത്രം പണിയെടുത്തിട്ടാണ് തടിയിൽ ഈ വിസ്മയം തീർത്തത്. ഒറ്റക്കല്ലിൽ തീർത്ത തൂണുകളും മേൽക്കൂരകളും മച്ചിലും വാതിലുകളും മറ്റും തത്ത, മയിൽ, ആന, വ്യാളി എന്നിവയുടെ തടിയിലെ ചിത്രപ്പണികളും കുതിരമാളികയെ വേറിട്ടതാക്കുന്നു. ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാതിരുന്ന അന്നത്തെ കാലഘട്ടത്തിലെ മരപ്പണിക്കാരുടെ വൈദഗ്ധ്യം വെളിവാകുന്നതാണ് ഈ കൊട്ടാരത്തിലെ മേൽത്തട്ടുകളും കൊത്തുപണികളും. അതുപോലെ തന്നെ ഇവിടുത്തെ കൽത്തൂണുകളിൽ കാണുന്ന കൊത്തുപണികളെല്ലാം തന്നെ വൈശിഷ്ട്യമാർന്നവയാണ്. കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ നിലയിൽ പുറമേ തടിയിൽ 122 കുതിരകളെ വരിവരിയായി കൊത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കൊട്ടാരത്തിന് കുതിരമാളിക എന്ന പേര് കിട്ടിയത്. ഏകദേശം 1 വർഷത്തോളം മാത്രമേ ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ് ഈ കൊട്ടാരത്തിൽ താമസിച്ചുള്ളൂ. 1846 ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ് നാടു നീങ്ങിയതിനു ശേഷം ഒരു രാജാക്കന്മാരും ഈ കൊട്ടാരം ഉപയോഗിച്ചിട്ടില്ല. 150 വർഷത്തോളം അടച്ചിട്ടിരിക്കുകയായിരുന്ന ഈ കൊട്ടാരം 1995 തിരുവിതാംകൂർ രാജകുടുംബം പൊതുജനങ്ങൾക്ക് സന്ദർശനത്തിനായി തുറന്നുകൊടുക്കുകയുണ്ടായി. ഇന്ന് മ്യൂസിയമായി പ്രവർത്തിക്കുന്ന കൊട്ടാരത്തിൽ മാർബിൾ ശില്പങ്ങൾ, കഥകളി രൂപങ്ങൾ, ബെൽജിയം കണ്ണാടികൾ, ചിത്രങ്ങൾ, 24 ആനകളുടെ കൊമ്പിൽ തീർത്ത സിംഹാസനം, ക്രിസ്റ്റലിൽ തീർത്ത മറ്റൊരു സിംഹാസനം തുടങ്ങി ധാരാളം അമൂല്യ ശേഖരങ്ങളുണ്ട്. 80 മുറികളുള്ള ഈ കൊട്ടാരത്തിലെ ഓരോ മുറിയിലും വ്യത്യസ്തമായ കൊത്തുപണികൾ നമുക്ക് കാണാൻ കഴിയും. കൊട്ടാരം നടന്നു കാണുന്നത് തന്നെ സഞ്ചാരികൾക്ക് വിജ്ഞാനപ്രദവും മറ്റൊരു കാലത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടവും കൂടിയാണ്. 2 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ചാർക്കോലും ലൈംസ്റ്റോണും മുട്ട വെള്ളയും ചേർത്ത് മിനുക്കിയെടുത്ത കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലൂടെ നടക്കുമ്പോൾ തണുപ്പ് നമ്മുടെ നെറുകയിലെത്തും. തെക്കുവശത്തേക്ക് നീണ്ടുകിടക്കുന്ന മുഖപ്പും തടിയിൽ തീർത്ത അതിമനോഹരങ്ങളായ കൊത്തുപണികളും കൊണ്ട് അലങ്കരിച്ച 3 വിശാലമായ വരാന്തകളും ഈ മാളികയിൽ കാണാം. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണ കാലഘട്ടത്തിൽ കല, സാമൂഹികം, വാസ്തുശില്പകല തുടങ്ങിയ മേഖലകളിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. കുതിരമാളിക പല മലയാള ചിത്രങ്ങളിലും വന്നിട്ടുണ്ട്. ഇത് ചലച്ചിത്ര നിർമ്മാതാക്കളുടെ ഒരു പ്രിയപ്പെട്ട ചിത്രീകരണ വേദിയും കൂടിയാണ്.
ഇത് 70 വർഷത്തോളം പഴക്കമുള്ള തടിയിൽ നിർമ്മിച്ച കഥകളി രൂപങ്ങളാണ്. അന്നത്തെ നാച്ചുറൽ കളറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ആനയുടെ പുറത്ത് വെച്ച് കെട്ടുന്ന ആനയും അമ്പാരിയും, അതിൽ അമ്പാരിയാണിത്. തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ ഉപയോഗിച്ചിരുന്ന 90 വർഷം പഴക്കമുള്ള പല്ലക്കാണിത്. പഴയകാലത്തെ കൊച്ചു കുട്ടികളുടെ തൊട്ടിലാണിത്. ഇത് സ്വാതി തിരുനാൾ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന 25 ആനയുടെ കൊമ്പുകൊണ്ട് നിർമ്മിച്ച സിംഹാസനമാണ്. അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഉടവാളും സമീപത്തു കാണാം. ചുറ്റിനും ധാരാളം കൊത്തുപണികളാൽ മനോഹരമാണ് ഈ സിംഹാസനം. ഈ സിംഹാസനം ചെക്കോസ്ലാവിയൻ ഗവൺമെൻറ് ശ്രീ വിശാഖം തിരുനാൾ മഹാരാജാവിന് സമ്മാനമായി കൊടുത്തതാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് എംബ്ലത്തോടു കൂടി പ്രത്യേകം നിർമ്മിച്ചതാണ് ഈ ക്രിസ്റ്റലിൽ തീർത്ത സിംഹാസനം. ഇത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ പനയോല ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും സൂക്ഷിച്ചിരുന്ന മുറിയാണ്. ഇതിലെ മച്ചിലെ മ്യൂറൽ പെയിൻറ്റിങ്സ് അന്നത്തെ നാച്ചുറൽ കളർ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെയധികം പ്രത്യേകതകളുള്ള ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ 3D എഫക്റ്റുള്ള മ്യൂറൽ ചിത്രമാണിത്. നമ്മൾ ഏതു വശത്തു നോക്കിയാലും ഈ ചിത്രം നമ്മളെ നോക്കുന്നതായി തോന്നും. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മാത്രമല്ല, ശരീരഭാഗം മുഴുവനും ഷൂസ് ഉൾപ്പെടെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കായി തിരിയുന്നതായി നമുക്ക് അനുഭവപ്പെടും. ഇത് ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ സംഗീത സദസ്സാണ്. ഈ നിലയിൽ ഇരുന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രം കണ്ടുകൊണ്ടാണ്, അതായത് ഈ മുറിയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം കീർത്തനങ്ങൾ രചിച്ചിരുന്നത്. ഈ മുറിയിലിരുന്നാൽ അങ്ങകലെ ക്ഷേത്ര ഗോപുരം കാണാൻ കഴിയും. ഈ മുറിയുടെ മച്ചിൽ അപൂർവങ്ങളായ കൊത്തുപണികളാൽ മനോഹരമാണ്. കൂടാതെ ഈ മുറിയിൽ നിന്നും ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനായി ഒരു വഴിയുമുണ്ട്. ഇരുമ്പിൽ കടഞ്ഞെടുത്ത കയറുവിരി കൊണ്ടുള്ള ആട്ടുകട്ടിലാണിത്. ഈ മുറിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ട്രഡീഷണൽ വിളക്കുകളും തൂക്കുവിളക്കുകൾ, ആനക്കൊമ്പുകൾ, ആഫ്രിക്കൻ ആനയുടെ കൊമ്പുകൾ, പഴവർഗ്ഗങ്ങൾ വയ്ക്കുന്നതിനായി മാൻകൊമ്പിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റാൻഡ് എന്നിവയൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ആന ചരിയുമ്പോൾ അന്നത്തെ മഹാരാജാവിന് സമ്മാനമായി കൊടുക്കുന്നതാണ് ഈ ആനക്കൊമ്പുകൾ. തിരുവിതാംകൂർ മഹാരാജാവിന് ബ്രിട്ടനിലെ ഒരു കമ്പനി കാഴ്ചവെച്ച ആഫ്രിക്കൻ ആനക്കൊമ്പിൽ തീർത്ത സിൽവർ കാൻഡിൽ ഡിന്നർ സെറ്റാണിത്.
ഈട്ടിത്തടിയിൽ ആനക്കൊമ്പ് കൊണ്ട് ചെയ്ത മനോഹരമായ ഒരു കട്ടിലാണിത്. ധാരാളം കൊത്തുപണികൾ ഇതിൽ കാണാം. ഇത് 1741 ചരിത്ര പ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ചു സൈന്യത്തെ തോൽപ്പിച്ച് ഡച്ചു കപ്പിത്താനായ ഡെ ലെനോയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത യുദ്ധ സാമഗ്രികളും അദ്ദേഹത്തിൻ്റെ തോക്കുമാണിത്. ഇവിടുത്തെ മച്ചിലെ ഓരോ കൊത്തുപണികളും വളരെ മനോഹരമാണ്. മയിൽ, വ്യാളി, ആന എന്നീ മൃഗങ്ങളെ വളരെ മനോഹരമായി ഇവിടുത്തെ മച്ചുകളിൽ കൊത്തിവെച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പണ്ടുകാലത്തെ കളരിപ്പയറ്റിനായി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ്. കൊട്ടാരത്തിന് മുന്നിലുള്ള ഈ ചെറിയ കൊട്ടാരം പണ്ട് കഥകളി വേഷങ്ങൾ സൂക്ഷിക്കുന്നതിനും കഥകളി വേഷം മാറുന്നതിനും ഉപയോഗിച്ചിരുന്നതാണ്. രാവിലെ 9 മണി മുതൽ 12:30 വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:45 വരെയുമാണ് ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്ന സമയം. മുതിർന്നവർക്ക് 70 രൂപയും കുട്ടികൾക്ക് 30 രൂപയും വിദേശീയർക്ക് 200 രൂപയുമാണ് ടിക്കറ്റ് നിരക്കുകൾ. കൊട്ടാരത്തിലെ മ്യൂസിയത്തിന് പുറത്ത് മാത്രം മൊബൈൽ ക്യാമറ ഉപയോഗിക്കുന്നതിന് 50 രൂപയും കൊട്ടാരത്തിൻ്റെ അകത്തും പുറത്തും മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് ക്യാമറ ഉപയോഗിക്കുന്നതിന് 500 രൂപയുമാണ് ടിക്കറ്റ് നിരക്കുകൾ. തിരുവിതാംകൂർ രാജകുടുംബത്തിന് പല രാജ്യങ്ങളിൽ നിന്ന് സമ്മാനങ്ങളായി കിട്ടിയതും അവർ പരമ്പരാഗതമായി ഉപയോഗിച്ചു കൊണ്ടുവന്നതുമായ ട്രഡീഷണൽ സാധനങ്ങളാണ് ഈ മ്യൂസിയത്തിൽ കൂടുതലും. വീഡിയോയുടെ പരിധി കാരണം എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടുത്തെ ഓരോ ഗൈഡുകളും വളരെ സൗഹാർദ്ദപരമായി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി തന്നെ അതിൻ്റെ ചരിത്ര വസ്തുതകളടക്കം വിശദീകരിച്ച് തരുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ മ്യൂസിയത്തിന് സമീപമായി ചിത്രാലയം ആർട്ട് ഗാലറിയും കൂടിയുണ്ട്. അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ സന്ദർശിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പരിമിതമായ അറിവുകൾ വച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് സദയം ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.